ഏവർക്കും നമസ്കാരം. ഇന്ന് രാമായണ മാസ ആചരണത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറയുകയാണ്. കർക്കിടക മാസം രാമായണ മാസമായിട്ട് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ആചരിച്ചു വരികയാണ്. കേരളത്തെ സംബന്ധിച്ച് എല്ലാ ഭവനങ്ങളിലും അധ്യാത്മരാമായണമാണ് പാരായണം ചെയ്യുന്നത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് പ്രസ്തുത ഗ്രന്ഥം നമുക്ക് തന്നത്. ആ അധ്യാത്മരാമായണമാണ് നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്നത്. ഈ രാമായണം ആണ് ശരിക്ക് സാധാരണ ഗ്രഹങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് രാമതത്വങ്ങൾ എത്തിക്കാനായിട്ട് ഈ ഗ്രന്ഥത്തിന് വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഭാഗവതവും. കേരളത്തിലെ കിളിപ്പാട്ട് ഭാഗവതമാണ് വളരെ പ്രധാനമായിട്ട് പാരായണം ചെയ്തു വരുന്നത്, മലയാള ഭാഗവതം. അത് ഭാഗവതത്തെ സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത്തരണത്തെ സ്മരിക്കുകയാണ്. രാമാനന്ദൻ എന്ന് പറയുന്ന സന്യാസി, അദ്ദേഹമാണ് അധ്യാത്മരാമായണം എഴുതിയതെന്നും എഴുത്തച്ഛൻ്റെ ഗുരുവാണ് അദ്ദേഹം എന്നും പറയാറുണ്ട്. അങ്ങനെയുള്ള അധ്യാത്മരാമായണം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നമുക്ക് തന്നത്. ആ ഗുരുവര്യൻ്റെ മുമ്പിൽ നമുക്ക് നമസ്കരിച്ചുകൊണ്ട് രാമായണ ചിന്തകളിലേക്ക് കടക്കാം. കർക്കിടക മാസം എന്ന് പറയുന്നത് പണ്ട് പഞ്ഞമാസം എന്നറിയപ്പെട്ടിരുന്നു. കാരണം കാർഷിക വിളകൾ ലഭിക്കാത്ത ഒരു കാലമായിരുന്നു. അധികം മഴയുള്ള കാലമാണ്. അതുപോലെ തന്നെ പട്ടിണിയുടെ കാലമായിരുന്നു ഒരു കാലത്ത് കർക്കിടക മാസം. അതുമാത്രമല്ല, ഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജ്യോതിഷികൾ പറയാറുണ്ട്, ചന്ദ്രന് മൗഢ്യമുണ്ട കാലമാണിത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനക്കാരകനാണെന്ന് പറയാറുണ്ട്. മാനസികമായിട്ട് നമുക്ക് സംഘർഷം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിനെ വേണ്ടവണ്ണം നിലനിർത്തുക, അതിനെ വേണ്ട വഴിക്ക് നയിക്കുക, അതിന് വേണ്ട പദ്ധതികളാണ് രാമായണ പാരായണത്തിലൂടെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കർക്കിടക മാസം എന്ന് പറയുന്നത് പിതൃയാനാണ്. ദേവയാനം, പിതൃയാനം. 6 മാസം ദേവയാനവും 6 മാസം പിതൃയാനവുമാണ്. പിതൃയാനത്തിൻ്റെ ആദ്യത്തെ മാസമാണ് കർക്കിടക മാസം. അതുകൊണ്ടാണ് പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ കൊടുക്കാറുണ്ട്. ദേവകാര്യങ്ങൾക്കും പിതൃകാര്യങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനാണ് നമ്മുടെ ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ കർക്കിടക മാസത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ഔഷധ സേവയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാലമാണ്. കാരണം ചന്ദ്രൻ ഔഷധികളുടെ ദേവനാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഔഷധ സേവയ്ക്ക് പറ്റിയ കാലഘട്ടമാണ്. അതുമാത്രമല്ല, നമ്മളുടെ ആഹാരത്തിൽ വളരെയധികം നിയന്ത്രണം പാലിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ വീടുകളെ വളരെ ഭക്തിയുടെ ഭാവത്തിൽ ക്രമീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോയി നമ്മുടെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ആധ്യാത്മികമായ അന്തരീക്ഷം ഭവനങ്ങളിലുണ്ടായാൽ മനസ്സിൻ്റെ ഏതൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളുടെ വീടുകളെ അതിനനുസരിച്ച് ക്രമീകരിക്കാനും നമ്മുടെ ആചാര്യന്മാർ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് നമുക്ക് ഉപദേശം തന്നു. അതുകൊണ്ടാണ് രാവിലെ എല്ലാവരും പ്രഭാതത്തിൽ കുളിക്കുകയും വീടിൻ്റെ പരിസരമൊക്കെ വളരെ വൃത്തിയാക്കുകയും നിലവിളക്ക് കൊളുത്തുകയും ആ നിലവിളക്കിന് മുമ്പിൽ ദേവിയുടെ സ്ഥാനമായിട്ട് അഷ്ടമംഗല്യം അമ്മമാര് സമർപ്പിക്കുകയും അവിടെ ദേവിയുടെ കീർത്തനങ്ങൾ ചൊല്ലി സ്മരണയോടുകൂടി ഒരു ദിവസം ആരംഭിക്കുക, ദശപുഷ്പം ചൂടുക. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മമാർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ മാനസികമായി നമ്മളെ തയ്യാറെടുപ്പിക്കുകയാണ്. വീടിൻ്റെ അന്തരീക്ഷം ഒരു ആധ്യാത്മിക തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഇത് വളരെ പ്രധാനമാണ്. അതിനോടൊപ്പമാണ് നമ്മളുടെ ആഹാര കാര്യങ്ങൾ, മത്സ്യമാംസാദികളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക, സാത്വികമായ ഭക്ഷണം നമ്മൾ ശീലിക്കുക. ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ആഹാരത്തിലുള്ള നിയന്ത്രണം. ഇനിയും അടുത്തത് മനസ്സിലേക്കാണ് വരിക. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ അന്തരീക്ഷം ഈ നിലയിലേക്ക് ഒരു മാറ്റം വരിക. നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷമാണല്ലോ നമുക്ക് ശാന്തിയും സമാധാനവും തരിക. ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ ഉയർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതെല്ലാം കഷ്ടപ്പാടുകളെ നേരിടത്തക്ക രീതിയിലും നമ്മുടെ മനസ്സിനെ ഉയർത്തിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ആചാര്യന്മാർ നമുക്ക് വേണ്ട സന്ദർഭങ്ങൾ ഒരുക്കി കർക്കിടക മാസത്തിൽ.
അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഓരോ ഭവനങ്ങളും അതിനനുസരിച്ച് ക്രമീകരിക്കാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്. പിന്നെ രാമായണ പാരായണമാണ്. രാമായണം പാരായണം ചെയ്യുന്ന സമയത്ത് വൈകിട്ട് 7 മണി മുതൽ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. 1 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് പാരായണം ചെയ്യണം. പാരായണം ചെയ്യുന്നതിന് മുമ്പ് വിളക്ക് കൊളുത്തി വെച്ച് ആ വിളക്കിന് മുമ്പിൽ ഒരു പീഠം വിരിച്ച് ആ പീഠത്തിൽ കേടുപറ്റാത്ത ഒരു രാമായണം വെച്ച് വളരെ ആദരവോടുകൂടി ഗുരുസ്മരണ, നമ്മൾക്ക് ഗുരു ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അതിനുശേഷം ഗണപതി സ്മരണം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ. അത് കഴിഞ്ഞാൽ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞാൽ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ എന്ന് ഉള്ള ശ്ലോകം ചൊല്ലുന്നത് നന്നായിരിക്കും. ഈ ശ്ലോകമൊക്കെ ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മളുടെ മനസ്സ് വരണം. അതുകൊണ്ട് ആ തരത്തിലുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ച് ചൊല്ലുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഏകശ്ലോകി രാമായണം ചൊല്ലുന്നതും വളരെ പ്രാധാന്യം ഉള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം സമ്പൂർണ്ണ രാമായണം. ആ രാമായണത്തെ ഏകദേശം നമ്മുടെ മനസ്സിലേക്ക് വന്നു. അതുപോലെ ഹനുമാന്റെ മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധി മതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഢ്യം വാക്പടുത്വം ച ഹനുമസ്മരണാത് ഭവേത് തുടങ്ങിയതായിരിക്കുന്ന മന്ത്രങ്ങളൊക്കെ നമ്മൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മളുടെ മനസ്സ് വരണം. രാമായണം പാരായണം ചെയ്യുമ്പോഴും മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും അതിൻ്റെ അർത്ഥതലങ്ങളെ നിരൂപണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് വേണം ജപിക്കാനായിട്ട്. വൈകിട്ട് കുളിച്ചിട്ടിരിക്കുന്നത് ഏറ്റവും ഉത്തമം. ഇനി അതല്ല എങ്കിൽ കാലും മുഖവും കഴുകി കുടുംബം ഒരുമിച്ചിരുന്ന രാമായണം വായിക്കുക. കുടുംബത്തിൽ ഇത് വളരെ പ്രാധാന്യമാണ്. നമ്മളിപ്പോൾ രാമായണ പാരായണമൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് 1-2 പേര്, ബാക്കി എല്ലാവരും പുറത്തു പോകും. പിന്നീട് അവസാനം ആഹാരം കഴിക്കാനോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ചേരും. അങ്ങനെയല്ല, രാമായണ പഠനമാണ് നമുക്ക് വേണ്ടത്. രാമായണ പഠനത്തിലൂടെ മാത്രമേ നമുക്ക് മാറ്റം സംഭവിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാവണം, എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരണം. ഇന്നത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് രാമായണം എന്ന് പറയുക. അതുകൊണ്ടാണല്ലോ വാൽമീകിയുടെ കഥ രാമായണത്തിൽ സൂചിപ്പിക്കുന്നത്. വാൽമീകി ആരായിരുന്നു ശരിക്ക്? അദ്ദേഹം ഒരു കാട്ടാളനായിരുന്നു. സപ്തർഷികൾ അദ്ദേഹത്തെ ഉപദേശിച്ചു. അവരുടെ ഉപദേശം പോലും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവസാനം സപ്തർഷികൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു? തൻ്റെ ഭാര്യയുടെ അരികിലേക്ക് അയക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ കർമ്മത്തിൻ്റെ ഫലം ആരനുഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ കാട്ടാള സ്ത്രീയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവരനുഭവിക്കും എന്ന് പറയുന്നു. അപ്പോൾ കർമ്മത്തിൻ്റെ കർമ്മയോഗം എത്ര സുന്ദരമായിട്ടാണ് അവിടെ പ്രതിപാദിച്ചത്. അത് കേട്ട അദ്ദേഹത്തിൽ വലിയൊരു പരിവർത്തനം ഉണ്ടായി. തിരിച്ചു വന്ന സന്യാസിമാരോട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ ഞാൻ ബോധ്യപ്പെട്ടു, എനിക്കൊരു നല്ല മനുഷ്യനാകണം, ഈ കാട്ടാളത്വത്തിൽ നിന്ന് എനിക്ക് മാറണം, അതിനെന്താണ് മാർഗമെന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ രാമനാമ ഉപദേശം ഉണ്ടായത് എന്ന് നമുക്ക് കാണാം. പക്ഷെ നമ്മൾ രാമനാമം ജപിച്ചിട്ട് എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട്, നമ്മളുടെ മനസ്സിന് എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ വളരെയധികം മാറി. അദ്ദേഹം ഒരു മഹർഷിയായിട്ട് മാറി. രാമനാമം കൊണ്ട് മാത്രം, രാമായണം പഠിച്ചിട്ടല്ല, രാമനാമം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് മാറ്റം സംഭവിച്ചു. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉത്കടമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം വരണം. ആ പരിവർത്തനമാണ്
പിന്നീട് വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിലൂടെ മാ നിഷാദ എന്ന മന്ത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. 2 പക്ഷികളെ അമ്പെയ്യാൻ വരുന്ന വേടനോട് പറയുകയാണ്, വേടാ നീ അത് ചെയ്യരുത്, നീ ചെയ്യുന്നത് തെറ്റാണ്. ആ പക്ഷികളുടെ വേദന പോലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു മനസ്സ് ഈ രത്നാകരൻ എന്ന് പറയുന്ന ആ കാട്ടാളനിലുണ്ടായി എന്നുള്ളതാണ്. കാട്ടാളത്വത്തിൽ നിന്ന് ഈശ്വരീയമായ ഭാവത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. ആ പരിവർത്തനമാണ് രാമായണം നമുക്ക് തരുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. നമ്മുടെ ഉത്കടമായ ആഗ്രഹം, എൻ്റെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ നമുക്കുണ്ടാകണം, വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം, മനുഷ്യത്വത്തിൽ നിന്ന് ദൈവത്വത്തിലേക്ക് എനിക്ക് ഉയരാൻ സാധിക്കണം. ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് വേണം ഈ രാമായണ മാസം നമ്മൾ ആചരിക്കാൻ എന്ന് സൂചിപ്പിക്കുകയാണ്. വിളക്ക് കത്തിച്ച് വിളക്കിന് മുൻപിൽ രാമായണം വെച്ച് അതിൽ മാലകളൊക്കെ ചാർത്തി ഭഗവാന്റെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ പടങ്ങളോ ഒക്കെ വെച്ച് എല്ലാവരും അവിടെ നമസ്കരിച്ച് ഭക്തിയോടുകൂടി രാമായണം ഒരാൾ പാരായണം ചെയ്യുക. വ്യക്തമായി അക്ഷരസ്ഫുടതയോടുകൂടി പാരായണം ചെയ്യുക. അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ നിലയിൽ ഒരു രാമായണ മാസ ആചരണമാണ് നമുക്ക് വേണ്ടത്. ഇനിയും ഈ രാമായണം വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത ആരാണ്? നാരദ മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്, കോനോസ്മിൻ സാമ്പ്രതം ലോകേയും ഗുണവാൻ കച്ഛ വീര്യവാൻ. ആരാണ് വീര്യവാനും ധർമ്മിഷ്ഠനും ഒക്കെ ആയിട്ടുള്ള ഒരു മാതൃകാ പുരുഷൻ എന്നൊരു ചോദ്യം. ഇത് ചോദിക്കുന്ന ആരാണ്? വാൽമീകിയാണ്. അപ്പോൾ വാൽമീകി അന്വേഷിച്ചത് ആരെയാണ്? രാമനാമം കൊണ്ട് അദ്ദേഹം ആരെ അന്വേഷിക്കാൻ തയ്യാറായി? ആ സമയത്താണ് ഇക്ഷ്വാകു വംശപ്രഭോ രാമനാമ ജനൈശ്രുത, ജനങ്ങളുടെ ഇടയിൽ വളരെ വിശ്രുതനായിരിക്കുന്ന രാമന്റെ കഥ നീ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമകഥ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത് നാരദ മഹർഷി. അപ്പോൾ എന്തിനാണ് രാമായണം വായിക്കുന്നത്? ഉത്തമ പുരുഷൻ, ധർമ്മവിഗ്രഹനാണ് രാമൻ എന്ന് പറയാറുണ്ട്. ധർമ്മത്തിന്റെ സ്വരൂപം എന്താണ്? ധർമ്മം ഓരോ സമയത്തും ഏത് തരത്തിലാണ് മാറുന്നത്? ഒരച്ഛനോടുള്ള ധർമ്മം നിറവേറ്റാൻ വേണ്ടിയിട്ട് അച്ഛന് വേണ്ടിയിട്ട് രാജ്യം ത്യജിച്ച് കാനനത്തിൽ പോകുന്നു. അതേ സമയത്ത് തന്നെ അമ്മ പറയുന്നുണ്ട്, അച്ഛനെ പോലെ തന്നെയാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് ധാരാളം കോൺട്രവേഴ്സിയാണ്. ധർമ്മം അനുഷ്ഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. ഞാൻ പറയുന്നു നീ ഈ രാജ്യം ഭരിക്കും. ഇങ്ങനെ പറയുന്ന സമയത്ത് രാമൻ അവസാനം തീരുമാനമെടുത്ത അച്ഛന്റെ തീരുമാനമാണ്. അങ്ങനെ വനവാസം സ്വീകരിച്ചിട്ട് പോകുന്നു. അവിടെ ഒരു ധർമ്മത്തിന്റെ എത്ര ക്ലിഷ്ടമായിട്ടുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ രാമൻ എല്ലാ വിദ്യാഭ്യാസവും കഴിഞ്ഞ് കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി അവിടേക്ക് വരുന്നു. രാജാവ് പറഞ്ഞു, രാഗരക്ഷ ഞാൻ ചെയ്തു കൊള്ളാം, എനിക്ക് പോരാ, അങ്ങ് പോരാ, അങ്ങയുടെ മക്കളെ അയക്കണം. എന്തൊരു നിർബന്ധമാണ്! ഒരു രാജാവ് അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ അത് പോരാ. ആ വിശ്വാമിത്രൻ രാമനെ കൂട്ടിക്കൊണ്ട് യാഗരക്ഷയ്ക്ക് വേണ്ടി പോകുന്നു. പോകുന്ന വഴിക്ക് ബല അതിബല തുടങ്ങിയതായിരിക്കുള്ള മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. ഗുരുവിനെ പിന്തുടരുന്നവർക്ക് വേണ്ട സമയത്ത് വേണ്ടതായ ഉപദേശം കൊടുക്കുന്ന വിശ്വാമിത്രനെ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് യാഗരക്ഷയ്ക്ക് ശേഷം സീതാ സ്വയംവരം വരെയുള്ള ഘട്ടത്തിൽ ആ ഗുരുനാഥൻ കൂടെ തന്നെയുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഗുരു ഏത് തരത്തിലാണ് പെരുമാറുന്നത്? രാവണ നിഗ്രഹം എന്ന് പറയുന്ന കർമ്മത്തിലേക്ക് രാമനെ എത്തിക്കാൻ അദ്ദേഹം എന്താണ് ചെയ്തത്? ആ രാമന്റെ ജന്മ ഉദ്ദേശം അറിഞ്ഞ് ആ ശിഷ്യനെ എവിടേക്ക് എത്തിക്കുന്നു? തൻ്റെ ജന്മലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ പരശുരാമന്റെ കാര്യം കാണാം നമുക്ക്. ധർമ്മയുദ്ധം നടത്തിയ പരശുരാമനെല്ലാം ത്യജിച്ചിരിക്കുമ്പോഴും ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ട് തൻ്റെ തപശക്തി മുഴുവൻ ധർമ്മരക്ഷകനായ രാമന് കൊടുക്കുന്നു. ഒരിക്കൽ ക്ഷത്രിയന്മാരെ നിരന്തരമായിട്ട് നിഗ്രഹിച്ച പരശുരാമൻ, ആ പരശുരാമൻ മറ്റൊരു ക്ഷത്രിയനായിട്ട് അവതരിച്ച രാമന് തൻ്റെ എല്ലാ ശക്തികളും നൽകുന്നു, തപശക്തികൾ മുഴുവൻ നൽകുന്ന ഒരു ഭാഗം. അപ്പൊ
തപസ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണം. സന്യാസി ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? ധർമ്മത്തിനനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടത്. ഇതൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞ് നമുക്ക് 2 കുടുംബങ്ങളെ അവിടെ കാണാം. ഒന്ന് രാവണ കുടുംബം, ഒന്ന് രാമകുടുംബം. ഇതിലേത് കുടുംബത്തിലാണ് നമ്മൾ വേണ്ടത്? നമ്മുടെ വീട് ഏത് തരത്തിലുള്ള കുടുംബമായിട്ട് മാറണം? അപ്പോൾ രാമകുടുംബത്തിന്റെ സവിശേഷത നമ്മൾ പഠിക്കേണ്ടതുണ്ട്. രാവണ കുടുംബത്തിന്റെ സവിശേഷത നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ധാരാളം കഥാപാത്രങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ആ കഥാപാത്രങ്ങളെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ലക്ഷ്മണന്റെ ഗുണങ്ങൾ, രാമന്റെ ഗുണങ്ങൾ, സീതയുടെ ഗുണങ്ങൾ, ഊർമിളയുടെ ഗുണങ്ങൾ, അതുപോലെ തന്നെ കൗസല്യ, കൈകേയി തുടങ്ങിയവരുടെ ഗുണങ്ങൾ. ഇങ്ങനെ എത്ര കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു. രാവണന് വന്ന പോരായ്മ എന്താണ്? ബാലിക്ക് വന്ന പോരായ്മ എന്താണ്? അതുപോലെ തന്നെ വിഭീഷണൻ. ഇങ്ങനെയുള്ള ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് പഠിക്കാൻ സാധിക്കണം. ആ നിലയിൽ രാമായണ പഠനത്തിനുള്ള ഒരു കാലഘട്ടമായിരിക്കണം ഈ രാമായണ മാസ ആചരണ കാലഘട്ടം എന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, ആകെ 10 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാനുള്ള അതാണ് ഈ ഗ്രന്ഥം. വളരെ സ്പഷ്ടമായിട്ട് സ്ഫുടമായിട്ട് നമുക്ക് വായിച്ചു പോകാൻ സാധിക്കുന്ന 30 മണിക്കൂർ നമുക്ക് ലഭിക്കും, 1 മണിക്കൂർ വെച്ച് വായിച്ചാൽ പോലും. അപ്പോൾ എത്ര സാവധാനം ശ്രദ്ധയോടുകൂടി നമുക്ക് ആ ഭാഗങ്ങൾ പഠിച്ചു പോകാൻ സാധിക്കുന്ന ആലോചിച്ച് നോക്കൂ. അങ്ങനെ നമുക്ക് രാമായണത്തെ പഠിക്കാൻ സാധിക്കണം. ശ്രവണം മാത്രം പോരാ, ശ്രവണത്തിൽ നിന്ന് മനനത്തിലേക്ക് വരണം. ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് വിശകലനം ചെയ്ത് പഠിക്കണം. ധർമ്മത്തെ വിശകലനം ചെയ്ത് പഠിക്കണം. അതിന് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അധ്യാത്മരാമായണം എന്ന് പറയുമ്പോൾ ജീവനും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? രാമൻ ഈശ്വരനാകുന്നത് എങ്ങനെയാണ്? അതിന് ധാരാളം ഉപദേശങ്ങൾ രാമായണത്തിന്റെ ഓരോ ഭാഗങ്ങളിലും നമുക്ക് കാണാം. ഈശ്വരതത്വത്തെ വെളിവാക്കുന്നു. വാൽമീകി രാമായണത്തിൽ ഭഗവാനോട് ഹനുമാൻ പറയുകയാണ്, ഞാൻ ശരീരമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു അവസ്ഥയുള്ളപ്പോൾ അവിടുന്ന് എനിക്ക് ഈശ്വരനാകുന്നു. അതേ സമയത്ത് ഞാൻ ജീവനാകുന്നു എന്ന ഭാവത്തോടു കൂടി നിൽക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നു. അങ്ങ് പരമാത്മാവാകുന്നു എനിക്ക്. ഞാൻ ആത്മഭാവത്ത് ആണ് എന്ന് ചിന്തിക്കുമ്പോഴോ ഞാനും അങ്ങും ഒന്നാകുന്നു. അപ്പോൾ ഒരു മനുഷ്യനിൽ തന്നെ മനസ്സിൽ അവൻ്റെ ചിന്തകൾ, ഒന്ന് ശരീരമാണ് ഞാനെന്ന് വിചാരിക്കുന്നു, 2 ജീവനെന്ന് ഞാൻ വിചാരിക്കുന്നു, 3 ഞാൻ പരമാത്മാവാണ്, അല്ല ആത്മസ്വരൂപമാണ്. ആത്മസ്വരൂപത്തിൽ യാതൊരു ഭേദവും ഞാനും അങ്ങും തമ്മിലില്ല. അദ്വൈതത്തിന്റെ എത്രയോ അത്ഭുതകരമായ ഭാവത്തെയാണ് ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹം നമുക്ക് കാട്ടിത്തരിക. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരേ ജലത്തിൽ സൂര്യനെ കാണുന്നു എന്നുള്ള വേദാന്ത തത്വം എവിടെയൊക്കെയോ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം എന്താണ്? ഒരു പാമ്പിൻ്റെ വായിലിരുന്ന് സ്വയം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഭൗതിക സുഖങ്ങൾ ആഗ്രഹിച്ച് പുറത്തേക്ക് നോക്കി എന്താണ് തനിക്ക് ലഭിക്കുന്നത് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തവളയുടെ ജീവിതത്തെ നമുക്ക് കാണിച്ചു തരുന്നു. ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ്. ഓരോ നിമിഷവും നമ്മൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഈ വിഷയസുഖങ്ങളിൽ വ്യാപരിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ പറഞ്ഞു വിടുകയാണ്. അവിടെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ നിസ്സാരത എത്ര വലുതാണ് എന്ന് നമ്മളെ കാണിക്കുക. ആ സമയത്താണ് നമ്മളോട് പറയുന്നു മനുഷ്യജീവിതം എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനുവേണ്ട ഉപദേശങ്ങൾ. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉപദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലക്ഷ്മണന് അമ്മ കൊടുക്കുന്ന ഉപദേശമാണ്. നീ രാമന്റെ കൂടെ പുറപ്പെടുമ്പോൾ രാമനെ ദശരഥനായിട്ട് കാണണം, നിന്റെ പിതാവായിട്ട്. സീതയെ നീ മാതാവായിട്ട്, ഞാനായിട്ട് അറിയണം. അയോധ്യയായിട്ട് നീ
ജീവിക്കാൻ പോകുന്നത് കാട്ടിലാണെങ്കിലും അയോധ്യ എന്ന സങ്കല്പം നിന്നിൽ നിന്ന് ഒരിക്കലും പോകാൻ പാടില്ല. പൊയ്ക്കോളൂ, ഇത് നീ മനസ്സിൽ വെച്ചുകൊണ്ട് പൊയ്ക്കോളൂ എന്നാണ്. എത്ര വലിയ ഉപദേശമാണ്. സ്ത്രീകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? ജ്യേഷ്ഠനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? ജ്യേഷ്ഠത്തി അമ്മയോടുള്ള സമീപനം എന്തായിരിക്കണം? ഉറക്കം ഇളച്ച് രാമനെയും സീതയെയും സംരക്ഷിച്ചുകൊണ്ട് 14 വർഷം ജീവിക്കുന്ന ഒരു അനുജൻ, ഭരതനെ പോലെ ഒരു അനുജൻ. ഇതൊക്കെ നമുക്ക് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് എത്ര ശക്തമായ മാതൃകയാണെന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ചോദിച്ചത്. ശരിയായ മാതൃക നമ്മുടെ മനുഷ്യ മനസ്സിലേക്ക് തരികയാണ് രാമായണം ചെയ്യുന്നത്, വ്യക്തിത്വ മാതൃക. അതേ സമയത്ത് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ രാവണ കുടുംബം വേറൊരു ഭാഗത്ത്. രാമനെ സംബന്ധിച്ച് രാമന്റെ ധർമ്മം, സീതയ്ക്ക് വേണ്ടി രാവണനോട് യുദ്ധം ചെയ്തുവെങ്കിൽ, രാവണ നിഗ്രഹം ചെയ്തുവെങ്കിൽ, രാജാവായിരിക്കുന്ന സമയത്ത് സീതയെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ. ക്രമേണ ധർമ്മത്തിന് വേണ്ടി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനെ പോലും ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ. അവിടെയൊക്കെ രാജധർമ്മത്തിൻ്റെ പ്രത്യേകത. തൻ്റെ സ്വന്തക്കാര്, തനിക്ക് സുഖം ലഭിക്കുന്നവര്, അവർക്ക് വേണ്ടി ധർമ്മം ഒരിക്കലും വഴിമാറിക്കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ രാമൻ സീതയെ സ്വീകരിക്കാൻ വാൽമീകിയുടെ ആശ്രമത്തിലെത്തപ്പോൾ സീത ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഭൂമിദേവി ഞാൻ പരിശുദ്ധയെങ്കിൽ നീ എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭൂമിദേവി സ്വീകരിച്ചു എന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ ഒരു സ്ത്രീയുടെ രാമന്റെ ധർമ്മം എന്താണോ, സമൂഹത്തോടുള്ള ധർമ്മം എന്താണോ, അതേ ധർമ്മം തന്നെയാണ് എനിക്കുമുള്ളത്, ഒരു രാജ പത്നിയായിട്ടുള്ള എനിക്കും എന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു തരികയാണ്. അപവാദങ്ങൾ പറഞ്ഞ് രാജാവിനെയും രാജപത്നിയെയും നിരന്തരമായിട്ട് വേട്ടയാടുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് രാമായണത്തിൽ സീതയുടെ ഈ ഒരു വലിയ ത്യാഗഭാവം കാണുന്നത്. ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു പിതാവ് എങ്ങനെയായിരിക്കണം, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം. ധർമ്മത്തിൻ്റെ മുമ്പിൽ നിന്ന് രാജാവിനോ പ്രജകൾക്കോ മറ്റൊരാൾക്കോ മാറി നിൽക്കാൻ പറ്റില്ല. ശബ്ദവേദം, ശബ്ദം കേട്ടിട്ട് ആയുധത്തെ അയക്കുക, അതൊരു വലിയ കഴിവായിട്ട് നമ്മൾ പറയാറുണ്ട്. ഏകലവ്യന് മറ്റേ ശബ്ദവേദം നടത്തി എന്ന് പറയാറുണ്ട്. ഇവിടെ ശബ്ദവേദം നടത്തിയത് രാജാവാണ്. അതിൻ്റെ ഫലം എന്താണ്? ശബ്ദം കേട്ടിട്ട് ആനയാണെന്ന് കരുതി അസ്ത്രം അയച്ചു. ആ അസ്ത്രം അദ്ദേഹം ഉദ്ദേശിച്ചിടത്ത് തന്നെ, ആ ശബ്ദം ഉണ്ടാവുന്ന സ്ഥലത്ത് തന്നെ പതിച്ചു. അത് ഒരു മുനികുമാരന്റെ മരണത്തിന് കാരണമാകുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും, താൻ അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖം, പുത്രദുഃഖം അനുഭവിക്കേണ്ടി വന്ന ഒരവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ അത് ആരാണ് ചെയ്തതെന്നുള്ളതല്ല, ചെയ്യുന്ന കർമ്മങ്ങളുടെ തത്തുല്യ ഫലം രാജാവാണെങ്കിലും അനുഭവിച്ചേ പറ്റുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രാമൻ വിഗ്രഹമാണ്, ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്, മാതൃകാ പുരുഷോത്തമനാണ്. ഈ ഭാവത്തിൽ നമ്മൾ രാമായണത്തെ പഠിക്കാൻ സാധിക്കണം. അതുപോലെ അയോധ്യ ഒരാൾക്കും തകർക്കാൻ സാധിക്കാത്ത അത്രമായ ശക്തമായ ഒരു രാജ്യം, അതാണ് രാമരാജ്യം. ആ രാമരാജ്യം ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് വർദ്ധിക്കേണ്ടതാണ്. അതാണ് അയോധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. ഭാരതം ഒരു അയോധ്യയായിട്ട് മാറണം. രാമഭക്തി അയോധ്യാധർമ്മത്തെ നമ്മളെ ബോധ്യപ്പെടുത്തണം. എന്താണ് അയോധ്യ? ഈ ലോകത്തിന് മുഴുവൻ ധർമ്മത്തിൻ്റെ പാഠങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു രാജ്യം, രാമരാജ്യം. ആ രാമരാജ്യ സങ്കല്പം, ധർമാധിഷ്ഠിതമായ ഒരു സമൂഹം, ഇതൊക്കെ നമുക്ക് രാമായണത്തിലൂടെ കാണാം. ഇങ്ങനെ ചർച്ച ചെയ്താൽ രാമായണം നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യതയുള്ളതാണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറകളിൽ നമ്മുടെ പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഒക്കെ രാമനെയും സീതയെയും ഒക്കെ അറിയണം. ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെയുള്ള ഭാവങ്ങൾ, അതുപോലെ
രാമൻ എത്ര ഉന്നതനായിരുന്നാലും ഗുഹനോട് അദ്ദേഹത്തിന്റെ സമീപനം എന്താണ്? ശബരി എന്ന് പറയുന്ന കാട്ടിൽ ജീവിച്ച ഒരു സ്ത്രീയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എന്താണ്? അതുപോലെ വാനരന്മാരോട് അദ്ദേഹത്തിന്റെ സമീപനം എന്താണ്? അവിടെ ജന്മം എന്ത് എന്ന് നോക്കിയിട്ടല്ല, ജന്മത്തിനൊക്കെ അപ്പുറത്താണ് ഈശ്വര ഭാവം എന്ന് നമ്മൾ കാണണം. ആ ഈശ്വരീയമായ ഭാവങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. നമ്മളുടെ ജീവിതവും ആ തരത്തിലാകണം. എല്ലാ വ്യത്യാസങ്ങളും മറന്ന് എല്ലാവരിലെയും നന്മകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് വളരെ ശാന്തവും സമാധാനപൂർണവുമായ ഒരു ജീവിതം നയിക്കാൻ പര്യാപ്തമായ രീതിയിൽ രാമായണ പഠനം നമുക്ക് നടക്കണം. അത് ആ തരത്തിലൊരു കാഴ്ചപ്പാടാണ് വാൽമീകി നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്. കാട്ടാളത്വത്തിൽ നിന്ന് ദേവത്വത്തിലേക്ക് നമുക്ക് പോകണം. മനുഷ്യനെ ദേവനാക്കുന്നതാണ്, മനുഷ്യന് ധർമ്മചിന്ത നൽകുന്നതാണ് രാമായണം. രാമായണത്തിലെ ഓരോ സന്ദർഭങ്ങളും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ അദ്വൈതത്തിന്റെ അത്ഭുതകരമായ ഭാവങ്ങൾ ഓരോ ഉപദേശങ്ങളിലും കാണാം. രാമൻ ആരാകുന്നു? അധ്യാത്മരാമായണത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്? ഏറ്റവും ഉന്നതമായ ചിന്തകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ രാമായണത്തെ പഠിക്കാൻ സാധിക്കണം. രാമായണ പാരായണം കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് സ്വസ്തിപ്രജാഭ്യ പരിപാലയന്ത ന്യായേന മാർഗേണ മഹീം മഹേശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ധർമ്മരക്ഷ കൊണ്ട് ലോകം മുഴുവൻ സുഖമായി ഭവിക്കട്ടെ. നമ്മളുടെ രാജ്യം മാത്രം പോരാ, ലോകം നമുക്കൊരു കുടുംബമായിട്ട് മാറണം. എല്ലാ ജീവരാശികളുടെയും രക്ഷയാണ് സനാതനധർമ്മത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ്. കാലേ വർഷതു പർജന്യ പൃഥിവീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിത സജ്ജനാസന്തു നിർഭയ. ഒരു രാമരാജ്യം എന്താണ് എന്ന് ആ ശാന്തി മന്ത്രത്തിൽ നമുക്ക് കാണാം. ഈ നിലയിൽ ഒരു ലോകത്തെ പ്രദാനം ചെയ്യാൻ ഉള്ള ബാധ്യതയും ചിന്തയുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നമ്മിലെ വിഷയവാസനകൾ നമ്മുടെ അജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ആ അജ്ഞാനത്തെ ദൂരീകരിക്കണം. ധർമ്മചിന്ത നമ്മളിൽ ഉണ്ടാവണം, അധ്യാത്മചിന്ത ഉണ്ടാവണം. ജീവനും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? എൻ്റെ ഈ ശരീരം എന്താണ്? ഇതൊക്കെ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലൂടെ എന്നെയും നിങ്ങളെയും നയിക്കാൻ രാമായണത്തിന് സാധിക്കും. അത് വേണ്ടവണ്ണം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഈശ്വരീയമായ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.